എന്റെ പൊന്നെ എടുത്തുചാട്ടക്കാരാ, വായി തോന്നി സംസാരിച്ച് പ്ലാൻ നശിപ്പിക്കില്ലേ. നീ പറയുന്ന ഓരോ വാക്കുകളിലും മധുലത ഇംപ്രസ് ആവണം. സോ അയ്യോ, റിസൾട്ട് വരാനുള്ള സമയമായി സർ. പ്ലീസ് പ്ലീസ് ഒന്ന് വഴി മാറൂ. 98.9%. റാങ്ക് ഞാനാണ് ഫസ്റ്റ് റാങ്ക് ഞാനാണ് ഫസ്റ്റ് റാങ്ക്. ഈ ലവ്ലു റാങ്ക് ഒന്നും വേണ്ട, ഡബിൾ റാങ്ക് വേണം സർ. അങ്ങോട്ട് നോക്ക്, മധുലത വരുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് അവളെ ഇംപ്രസ് ചെയ്യാം. ഹായ്. Hey, hi genius. Congrats. Thank you, same to you. Thank you. Coffee? Coffee. Okay, va. Coffee 1/2. 1 നിങ്ങൾക്ക്, 2 എനിക്ക്. ഇതിനു മുമ്പ് നീ ഇത്രയ്ക്ക് ഫണ്ണി ഒന്നും അല്ലായിരുന്നല്ലോ. ജീനിയസ്, നിനക്കൊരു കാര്യം അറിയോ? എന്റെ ബാച്ചിലുള്ള എല്ലാവരും നിന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. നിനക്ക് ആരോടോ ഇഷ്ടമുണ്ടെന്ന് കേട്ടല്ലോ. നിനക്ക് ആരോടോ പ്രണയം ഉണ്ടെന്നാണല്ലോ കേട്ടത്. അതിരിക്കട്ടെ, ആ പെണ്ണാരാ ജീനിയസ്? അത് പിന്നെ അവളുടെ പേര് അവളുടെ പേര് ലവ്. ആ വാക്കില് എന്തോ ഒരു മാജിക് ഉണ്ടല്ലേ. പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നുപോകും. ഈ ലോകം തന്നെ പുതിയതായിട്ട് നമുക്ക് തോന്നിപ്പോകും. നിനക്കും അങ്ങനെ തന്നെയാണോ ജീനിയസ്? എനിക്കും അതുപോലെ തന്നെയാ. എന്താന്ന് വെച്ചാ, ഞാനും നിന്നെ പോലെ തന്നെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. എന്തോ ഇന്നെന്റെ ഹാപ്പിനെസ് ഡബിൾ ആയതുപോലെ തോന്നുക. പ്രണയത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലേ? ലവ് ഇസ് ബ്ലൈൻഡ്. പ്രണയത്തെ പോലെ മറ്റൊന്നും. അതിലൊന്നും അറിഞ്ഞതല്ലേ? കുഴപ്പമില്ല സാർ, നാട്ടിൽ പോയി ഉണക്കിക്കോളാം. നാട്ടിലേക്ക് പോകാനോ? ഇപ്പൊ എന്ത് നടന്നിട്ട് നീ നാട്ടിലേക്ക് പോണെന്ന് പറയുന്നേ? സാർ, മധുലത വേറൊരു ലൂസിനെ വേറെ ആരുമില്ല. ഇവനല്ല, ഇവനെ പോലെ വേറെ ആരെങ്കിലും അവൾക്ക് പ്രേമിക്കാലോ. അവൾക്ക് എന്താ പ്രേമിച്ചൂടെ? ഒരുത്തി ഒരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് വെച്ച് വേറെ ഒരാളെ പ്രേമിക്കാൻ പാടുന്ന വല്ല റൂളുണ്ടോ? ഇന്ന് ലവേഴ്സ് ആയിരിക്കുന്നവര് നാളെ പിരിഞ്ഞേക്കാം, നാളെ പിരിയുന്നവര് ഇന്ന് ലവേഴ്സ് ആയി മാറണം. ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് സർ. സർ, തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണം നടന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട് സർ. ഈ പ്ലാനൊക്കെ അവളുടെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്താലേ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ആവും സർ. എടാ, ബുദ്ധി ഇല്ലാത്ത ജീവി, ലവിൽ സിൻസിയറിറ്റി വളരെ പ്രധാനമാണ്. ഒരു പ്രാവശ്യം കമ്മിറ്റ് ആയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. നീ ബൈഹാർട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞതിൽ ഓരോ സെക്കൻഡും ഓർമ്മയുണ്ടായിരിക്കണം. എല്ലാത്തിനും നീ പ്രിപ്പയർഡ് അല്ലേ? പ്രിപ്പയർ ഒക്കെ ആണ് സർ. പക്ഷെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് സർ. മധുലത ഈ റെസ്റ്റോറന്റിലേക്ക് വരുന്നത് സാറിന് എങ്ങനെ അറിയാം? 7 സെൻസ് ഡാ. പക്ഷേ ഇതിനുവേണ്ടി എന്റെ അടുത്ത് വേറെ നെറ്റ്വർക്ക് ഉണ്ട്. നിന്റെ ക്യാൻസർ ആണോ പ്രധാനം, ലവ് ആണോ പ്രധാനം? ലവ് ആണ് സർ. അല്ലേ? അവിടെ നോക്കിയേ, മധുലത വന്നിരിക്കുന്നു. ഹായ്. ഹേ ജീനിയസ്, നീ എന്താ ഇവിടെ? നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. അല്ലല്ല, ബലൂണിന് വേണ്ടി. ലവ് ബലൂണിന് വേണ്ടി, ലവറിന് വേണ്ടി. ഓക്കേ. ഓ, നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ. പെമ്പിള്ളേരോട് സംസാരിക്കാൻ ടൈം കിട്ടിയാലേ ആദ്യത്തെ 10 മിനിറ്റ് അവരെ പുകഴ്ത്തി പറയണം. ടുഡേ യു ആർ ലുക്കിംഗ് പ്രിറ്റി. താങ്ക്സ്. അമ്മ എപ്പോഴും മുടി പിന്നി കെട്ടാൻ പറയും, ഞാൻ എപ്പോഴും പറ്റില്ലെന്നേ പറയൂ. അടുത്ത 10 മിനിറ്റ് അവരുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് സംസാരിക്കണം. മധുലത, നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. ബാക്കിയുള്ളതൊക്കെ വാഷ് ചെയ്യാനിട്ടിരിക്കുക. വേറെ വഴിയില്ലാത്തോണ്ട് ഇത് ഇട്ടോണ്ട് വന്നതാ. അടുത്ത 20 മിനിറ്റ് രണ്ടുപേരും ക്ലോസ് ആകുന്ന പോലെ നോക്കണം. ബോസ്, ഓർഡർ. പറയൂ സർ. 1 വെജ് മഞ്ചൂരിയൻ, 1 ഗോബി 65, ഒരു ബേബി കോൺ. ഓക്കെ സർ. മാഡം, നിങ്ങൾക്കോ? എനിക്കൊരു ചിക്കൻ ടിക്ക ആൻഡ് ചിക്കൻ 65. ഓക്കെ മാഡം. ലാസ്റ്റ് 20 മിനിറ്റ് എന്റെ ഉള്ളിലുള്ള പ്രണയം തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം. നീ ഇത്ര നേരമായിട്ട് പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ?
അവള് ശരിക്കും ഒരു ലക്കിയാണ്. ഇവള് പ്ലാൻ സ്പോയിൽ ചെയ്യുന്നതാണ് തോന്നുന്നത്. ജസ്റ്റ് 1 minute, ഇപ്പൊ വരാട്ടോ. ഓക്കെ. ഹായ് കാർത്തിക്, എവിടെയുള്ളേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ. സോറി മധു, കുറച്ച് ബിസിയായി. ഐ കാൻ കം നൗ. ശരി. നാളെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം, സിനിമയ്ക്ക് പോട്ടോ. ഓക്കെ? ഹലോ. യു ഗോട്ട് ദ ടിക്കറ്റ്സ്? നീ അകത്ത് വരുന്ന പണം കാണ്. ഐ വിൽ ജോയിൻ യു ഇൻ 10 minutes. ഓക്കെ. ഓക്കെ. ഹലോ സർ. നീ എപ്പോഴാണ് വന്നേ? സാർ ഫോണിൽ സംസാരിക്കുമ്പോൾ എത്തി. സാർ ഞാൻ 4th സ്റ്റെപ്പിൽ എൻ്റർ ആയി സർ. നീ എൻട്രായ മാത്രം മതിയോടാ, മധുലത്തെ എൻട്ര ആവണ്ടേ? അതും കറക്റ്റ് ആണ് സർ. എടുത്തോ. എന്താ സർ ഇത്? ബ്ലൂടൂത്ത് ആടാ. പക്ഷെ ഇത് ബ്ലാക്ക് ആണല്ലോ സർ. നിങ്ങൾ സംസാരിക്കുന്നൊക്കെ എനിക്ക് കേൾക്കാം. സോ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിനക്ക് ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. എയർടെൽ മനസ്സോട് അടുക്കുന്നവരെ കൂടുതൽ അടുപ്പിക്കും. കറക്റ്റ് സർ. ഹായ് മധുലത. ഹായ് ജീനിയസ്. എന്താ നിന്റെ ഗേൾ ഫ്രണ്ട് വന്നല്ലേ? ഇതുവരെ വന്നിട്ടില്ല, വെയിറ്റിംഗ്. ഞാനും അതെ, വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. ഈ ഗിഫ്റ്റ് നിന്റെ ലവറിന് വേണ്ടിയാണോ? ഇല്ല, ഫ്രണ്ടിന്. മൂവി സ്റ്റാർട്ടായി, നമുക്ക് പോയാലോ? യാ. മുന്നിൽ നിന്ന് പെട്ടെന്ന് നടന്ന് പോടാ. മാഡം, കുറച്ച് ലെഫ്റ്റിലോട്ടൊന്ന് മാറിയിരിക്കാവോ? ഹലോ, കുറച്ച് റൈറ്റ്. മാഡം, മാഡം, ഡൗൺ ഡൗൺ പ്ലീസ്. അവര് മധുലത്തെ ടീസ് ചെയ്തോണ്ടിരിക്കാൻ. ഞാനും കണ്ടുണ്ടോ സാർ ഇരിക്കണ ബുദ്ധിയില്ലാത്തവനെ. ഹലോ മാഡം, നിങ്ങളെയാണ് മാഡം. കുറച്ച് ലെഫ്റ്റോട് മാറിക്കാരപ്പോ മയിൽക്കുട്ടി പോലെ ഇരിക്കുന്ന. എന്താണ് നമ്മുടെ വണ്ടിയുടെ നമ്പറാണല്ലോ. എടാ വാടാ. ഞാനിപ്പോ വരാം. എന്താടാ എൻകൗണ്ടർ ആണോ? എല്ലായിടത്തിലും ഞങ്ങളാണ് സീൻ കാണിക്കാറ്. ഞങ്ങൾക്ക് നീ സ്ലൈഡ് ഇടുന്നോ? നിന്ന് ഞാൻ എന്തായി കാണിക്കുന്നത്? 7ാം വരവ് സൂര്യ സ്റ്റൈൽ സാർ. അങ്ങനെയാണോ? പോയി അടിക്കാം. താങ്ക്സ് ബോസ്. പോയി അടിക്കട. കൊല്ലാതെ വിടില്ലടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലടാ. പേടിത്തോണ്ട പോരെ. അയ്യോ അമ്മേ. അയ്യോ. എന്താ ജീനിയസ് ഇത്? നീ എല്ലാരെയും തല്ലിയോ? പിന്നെ എന്റെ കൂട്ടുകാരെ കളിയാക്കിയ ഞാൻ കയ്യും കെട്ടി നോക്കി നിക്കണോ?